ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. ഇതാണ് സിനിമ. കൊറേ കുറെ ഇറങ്ങുന്നുണ്ട്, ഒന്നിനും കൊള്ളൂല. മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണമില്ല കണ്ടിട്ട്. പച്ച സിനിമ, ബാക്കിയെല്ലാം ഡെഡ് സിനിമ. ഇതാണ് സിനിമ. പഴയ സിനിമകളൊക്കെ എവിടെ? എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹു ഇന്ന് ഇതിന് വേണ്ടി മനുഷ്യര് ബുദ്ധിമുട്ടി പൈസ തിയേറ്ററിൽ വന്നാല് നല്ല സിനിമ കാണാൻ പറ്റൂല. ഇതൊക്കെയാണ് സിനിമ. ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്കുക. പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും ഒക്കെ സിനിമകൾ വരുത്ത്. അല്ലാണ്ട് ഈ കുറെ കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ട് പൈസ ചെലവാക്കിയിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹിച്ചിട്ട് സമയത്ത് പോണത്. നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുക. അള്ളാഹുവാണ് എന്നെ ഇതിന് മുമ്പിൽ എത്തിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇടണം. ഇതൊക്കെയാണ് സിനിമ. പാവണ്ട് ഇതിന് ആരോ വിളിച്ചോണ്ട് വന്നിട്ട് പറ്റിച്ചിക്കാണ്. ടൂർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് സിനിമക്ക് ആയിട്ട് പറ്റിച്ചിക്ക. അതിന്റെ ഒരു ബുദ്ധിമുട്ട് നോക്ക്. പാവം അത് കണ്ടപ്പോ അതിന് എന്തോ ഒരു കിട്ടിയ മാതിരിയാണ്. പാവുണ്ട്. അള്ളാഹുവാണ് അവിടെ എത്തിച്ചെന്നാ പറഞ്ഞു. നല്ല ഈമള്ള ചെയ്ത്താൻ. എന്തായാലും തിരക്കിട്ടില്ല. അമ്മാമ അത് പൊളിച്ച് അങ്ങനെ തന്നെ നിങ്ങൾ പറയണ ആ വീഡിയോ എടുക്കണില്ലേ, അവന്റെ മോന്തൊക്കെ നാലാണ്ട് കൊടുക്കണ്ട. കൊണ്ടുപാടാ സിനിമ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ടത്. ഒന്ന് സൂക്ഷിച്ച് നടന്നോളി. താത്ത ആകെ പ്രശ്നം വിട്ടിട്ടാ അല്ലമ്മാമ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ്. പിന്നെ ആ പഴയ ആൾക്കാരെ പഴയ നടന്മാരെയൊക്കെ സിനിമ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ലേശം പാടാം. അവരിപ്പോ തൈലം തേച്ച് ചൂടുവെള്ളം പിടിപ്പിച്ചിരിക്കണ പ്രായം. ഇതേപോലെ ഈ ചെക്കന്മാര് ചാടണമാരിയൊക്കെ ചാടിയാ നിങ്ങക്ക് സമാധാനം ഉണ്ടാവും. കാരണം നിങ്ങൾ വേറെ പണിയൊന്നുമില്ലല്ലോ, ഈ സിനിമ കണ്ട് നടക്കുകയല്ലേ. അതുപോലെ ഇപ്പൊ അവര് സിനിമയിൽ അഭിനയിച്ചു, അവര് റിട്ടയർഡ് ആയി. ഓരോരോ അവസ്ഥ അല്ലേ. ഇങ്ങനെയുണ്ട് ജീവിതം. എന്നാലും ഇതൊക്കെ എവിടുന്നാ വരുന്നത് പഠിച്ചാല് ഇങ്ങനെ. അല്ല അമ്മാമ ശരിക്കും റോക്കറ്റിലാ കയറിയിരിക്കണത്. മേലക്ക അങ്ങോട്ട് കോട്ടയുണ്ട്. ഓരോരോ സാധനങ്ങൾ പഠിച്ചാൽ ലോകം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ട് ജീവിക്കണേനേക്കാൾ നല്ലതാ.